നമസ്കാരം. കൊൽക്കത്തയിൽ രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ നാടിന് സമർപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിന്റെ ദൃശ്യങ്ങൾ കാണാം. കൊൽക്കത്ത മെട്രോയുടെ ഭാഗമായി മെട്രോ ട്രെയിൻ വെള്ളത്തിനടിയിലൂടെ കടന്നു പോകുന്നതിനായി ഹൂഗ്ലി നദിയിൽ നിർമ്മിച്ച 520 മീറ്റർ നീളമുള്ള ടണലാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടന കർമ്മത്തിന് ശേഷം അദ്ദേഹം സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പം അണ്ടർ വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തു. വെള്ളത്തിനടിയിലൂടെയുള്ള 520 മീറ്റർ ദൂരം 45 സെക്കൻഡ് കൊണ്ട് മെട്രോ ട്രെയിൻ പിന്നിടുമെന്നാണ് കണക്കുകൂട്ടൽ. ഹൗറ മൈതാൻ മുതൽ എക്സ്പ്ലനേഡ് വരെ നീളുന്ന അണ്ടർ വാട്ടർ മെട്രോ പാത ഈസ്റ്റ് വെസ്റ്റ് മെട്രോയുടെ ഭാഗമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. പാതയുടെ 10.8 കിലോമീറ്റർ ഭാഗവും ഭൂമിക്കടിയിലൂടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ 520 മീറ്റർ ദൂരമാണ് ഹൂഗ്ലി നദിക്കടിയിലൂടെ കടന്നു പോകുന്നത്. ദിവസേന 7 ലക്ഷം യാത്രക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത്. ഹൗറയെയും സോൾട്ട് ലേക്കിനെയും ബന്ധിപ്പിക്കുന്ന അണ്ടർ വാട്ടർ മെട്രോയ്ക്ക് 6 സ്റ്റേഷനുകളാണ് ഉണ്ടാവുക. ഇതിൽ 3 എണ്ണം ഭൂമിക്കടിയിലായിരിക്കും. ഈസ്റ്റ് വെസ്റ്റ് മെട്രോ കോറിഡോറിന്റെ നിർമ്മാണം 2009 ആരംഭിച്ചത്. ഹൂഗ്ലി നദിയിലെ അണ്ടർ വാട്ടർ ടണലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2017 ആരംഭിച്ചു. ഈ പാതയിൽ 16 മീറ്റർ ദൂരം നദീജലനിരപ്പിനും അടിയിലൂടെയാണ് കടന്നു പോകുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.